ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ കാപ്പിക്ക് ഒരു ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. ഉരുളക്കിഴങ്ങ് കറി എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ ചേർത്ത ഒരു സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിന് കുറച്ചധികം എണ്ണ വേണം. എണ്ണ ഒരുപാടുണ്ടെങ്കിൽ ഇത് കറി വയ്ക്കാൻ പറ്റത്തുള്ളൂ. എണ്ണ എന്നിട്ട് ചൂടാവട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് ചൂടായി വരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെയാണ് ഈ കറി വയ്ക്കുന്നത്. ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഉരുളക്കിഴങ്ങ് വഴറ്റിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കറിക്ക് നല്ല ടേസ്റ്റാണ്. ആ ഉരുളക്കിഴങ്ങ് നമ്മളെടുത്ത് കഴിക്കുമ്പം സാധാരണ കറി വയ്ക്കും കണക്കല്ല, ഉരുളക്കിഴങ്ങിനൊക്കെ നല്ല ടേസ്റ്റാണ്. കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങിട്ട് ഇനി ആ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരണം. നമുക്ക് ഇളക്കി കൊടുക്കാം. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കറി വെക്കുന്നത് ഉരുളക്കിഴങ്ങും സവാളയും കൂടെ വേവിച്ചെടുത്തിട്ട് പിന്നെ ലാസ്റ്റിൽ മസാലകളെല്ലാം കൂടി ചേർത്തെടുത്തിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് ഇട്ട് ഉരുളക്കിഴങ്ങ് കറി സാധാരണ നമ്മൾ വയ്ക്കും. അല്ലാതെയും വയ്ക്കാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഈ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്ന കറിയാണ്. ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം. നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. വയ്ക്കാൻ അറിയാം, എല്ലാവരും ഇങ്ങനെ വയ്ക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. എല്ലാവർക്കുമൊക്കെ അറിയാവുന്നതായിരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കണം. എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത്രയുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ഇതെല്ലാം മാറി എണ്ണയിൽ കിടന്ന് നല്ല ഇതായിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അത് മൊത്തം കോരിയെടുക്കാം. ഇനി ഈ എണ്ണയിലോട്ട് തന്നെയാണ് മസാലകളൊക്കെ ചേർക്കുന്നത്. മസാലയെല്ലാം ചേർത്ത് വയ്ക്കുന്നത് ആ എണ്ണയിൽ തന്നെയാണ്. അത് കോരി മാറ്റിയിട്ടുള്ള എണ്ണയിലോട്ടാണ്. നമുക്കത് മൊത്തം കോരി മാറ്റാം. കോരി മാറ്റിയിട്ട് അടുത്ത എല്ലാം അതിലോട്ട് തന്നെ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് കറി വയ്ക്കാം. എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കങ്ങോട്ട് വയ്ക്കാം. വെച്ചിട്ട് ആ എണ്ണയിലോട്ട് തന്നെ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ട് കറിവേപ്പിലയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അതൊരു കുറച്ച് മതി. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് അത് മാത്രം ഒരുമാതിരി മുൻപിൽ നിൽക്കും. അതുകൊണ്ട് ഒരു ശകലം ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാളയും കൂടി ചേർത്തിട്ട് അതൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ എടുത്ത് അതിലോട്ട് ചേർക്കാം. കുറച്ച് ചേർക്കാം. എന്നിട്ട് അതൊന്ന് വഴന്ന് വരട്ട്. അതുവരെ നമുക്കൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് മൂക്കട്ട്. തീ കുറച്ച് ചെറിയ തീയിൽ വെച്ചാൽ മതി. ഒരുപാട് വലിയ തീയിൽ വയ്ക്കണ്ട. ചെറിയ തീ മതി. സവാളയൊന്ന് മൂത്തിട്ടുണ്ട്. ഒരു പച്ചമണമൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി മൂത്ത് വന്ന് സവാള ആവശ്യത്തിനുള്ള മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയൊക്കെ എല്ലാവരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി, ഒരുപാട് എരിവ് വേണ്ട, അതുകൊണ്ട് കുറച്ചേ ചേർത്തുള്ളൂ. ഇനി അതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം.
മല്ലിപ്പൊടി എല്ലാം കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിലോട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം പച്ച മണമൊന്ന് മാറുന്നത് വരെ നല്ലപോലെ ഇളക്കാം. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ പച്ച പൊടിച്ചതാണ്, അതുകൊണ്ട് പച്ചയ്ക്ക് പൊടിച്ചതായതുകൊണ്ട് ഇതിൻ്റെ ആ പച്ച ഒരു മണമുണ്ട്, അതൊക്കെ മാറിയൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ ഒന്ന് ഇളക്കി മാറി കൊടുക്കാം. നല്ല പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് മൂത്ത് മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. കറി മസാല പൊടിച്ചതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് ഇളക്കിയിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കിയിട്ട് അതിലോട്ട് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇനി അതും കൂടി ഒന്ന് ഇളക്കാം. തക്കാളിയുടെ ആ ഒരു പച്ച ഇതൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് വരുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാവട്ടത് ചെയ്ത് മാറുന്നത് വരെ ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് മതിയായിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇത്തിരി ഒരു ഇതായിട്ടുണ്ട്. ഇനിയാണ് അതിലോട്ട് നമ്മൾ നേരത്തെ എണ്ണയിലിട്ട് അങ്ങനെ മൂപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ. എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇത്. കറിക്ക് ടേസ്റ്റ് കിട്ടാനായിട്ടുള്ള ഒരു പ്രധാന ഇത് ഇങ്ങനെ ചേർക്കുന്നതാണ്. ഇത് നമുക്ക് കാപ്പിക്ക് മാത്രമല്ല ചോറിനും കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇനി അത് നല്ലതുപോലെ ഒന്ന് മസാലയുമായിട്ട് ആ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മതി, കുറച്ച് മതി. ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് ഉരുളക്കിഴങ്ങ് നേരത്തെ എണ്ണയിൽ കിടന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. പിന്നെ സവാളയും കൂടിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി ഒരു 6-7 മിനിറ്റ് നേരം ഒന്ന് വെന്ത് വരണം. അത്രയും മതി. അപ്പോഴത്തേനും നല്ല ഇതാവും. ഇനി അത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി അത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് അവിടെ നിന്ന് വേവട്ടെ. ഇപ്പം കറി നല്ലതുപോലെ തിളച്ച് വെന്ത് നല്ല പരുവായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം അടുപ്പിൽ വെച്ചേക്കണ്ട. ചെറുതായിട്ടൊന്ന് തള വന്നാൽ മതി. ആ തേങ്ങാപ്പാലിൻ്റെ ആ പച്ച മണമല്ല, ആ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ചെറിയ തിളച്ചാൽ മതി. ഈ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് മുന്നോട്ട് പോകാൻ സഹായിക്കണേ. മതി, തിള വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഇത്രയും തിളച്ചാൽ മതി. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. എന്താ നല്ല ഒരു കറിയാണ്. കാണുന്നത് പോലെ മാത്രമല്ല, ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. വെച്ച് എല്ലാം കറിവേപ്പില കൂടി ഇടാം. നല്ല കൊഴുപ്പ്, ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ കുറച്ച് മതിയെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം. വറ്റിച്ച് ഗ്രേവി കുറയ്ക്കാം. ഇപ്പോൾ ഇത്രയും ഗ്രേവി വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്രേവി ആയിട്ട് വെച്ചിരിക്കുന്നത്.